കുഴപ്പമില്ല, കൊള്ളാം. കൊല്ലത്തെ എല്ലാ വൃത്തിയായിട്ട് പടവും പിടിച്ച് കമ്പൈൽ ചെയ്ത് വെച്ചിരിക്കുന്നവരുണ്ട്. ഇറ്റ് ഇസ് എ വെരി ബാഡ് മൂവി. ഉള്ള കാര്യമാണ് പറയണം. തീരെ മോശം. മേക്കിങ്ങും കൊള്ളൂല, കഥയും കൊള്ളൂല. ഒരുമാതിരി കുറേ സിനിമയിൽ നിന്ന് എടുത്തെടുത്ത് വെച്ച പോലെ എല്ലാத்தைയും കൂടെ എടുത്ത് കുളമാക്കി വെച്ചേക്കുക. കേട്ടില്ല. ഫോറൻസിക് വാസ് ബെറ്റർ ദൻ ദിസ്. ഭയങ്കര മോശമായിരുന്നു. ബാക്കിയുള്ളടത്ത് ചോദിച്ചു. ടോവിനോ പുള്ളിക്കാരൻ കൊള്ളായിരുന്നു, പക്ഷെ കോമഡി ആയിരുന്നു. കുറേ മാസ് കാണിക്കാൻ നോക്കി, അത് കുളമായി. സ്റ്റോറി ബിൽഡ് ചെയ്യാൻ നോക്കി, അത് കുളമായി. അല്ലാണ്ട് ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പടം പോയി. ഇതറിയാമല്ലോ, ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പടമാണ്. അപ്പോൾ അതിന് കിട്ടേണ്ട ഒരു അപ്ലോസ് പോലും ഇല്ല. ഒരൊറ്റ സീൻ പോലും കൈയടി പോലും ഇല്ലായിരുന്നു. ഒന്നുമില്ല പടത്തിൽ. ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. ത്രില്ലിംഗ് ആയിട്ട് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് മറന്ന സാധനം തന്നെ വീണ്ടും എടുത്ത് കുറച്ചുകൂടെ ക്രിഞ്ചാക്കിയും കുറച്ചുകൂടെ മൊത്തത്തിൽ കുളമാക്കിയിട്ടൊക്കെ. തൃഷ പുള്ളിക്കാരിക്ക് റോളുണ്ടെന്ന് ചോദിച്ചാൽ റോളുണ്ട്, പക്ഷെ അതൊരുമാതിരി കോമഡി റോളാണ്. മൊത്തത്തിൽ കോമഡിയാണ്. അതെ നല്ലതായിരുന്നു. അതെ കണ്ടിരിക്കാൻ. നല്ല റോളായിരുന്നു. ടോവിനോ അടിപൊളിയാ. സിനിമ കൊള്ളാം, കണ്ടിരിക്കാം. എന്നാലും സാമ്യമൊന്നും ഇല്ല. എന്നാലും സാമ്യമൊന്നുമല്ല. ഫോറൻസിക് കണ്ടപ്പം നമുക്ക് ട്വിസ്റ്റ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലൂടെയാണ് പോയത്. പക്ഷെ ഇത് പലപ്പോഴും നെക്സ്റ്റ് ഇതായിരിക്കും നമുക്ക് തന്നെ അതെ എന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന സ്ഥലം തന്നെ തൊട്ടടുത്ത് വരുന്നുണ്ട്. എന്നാലും ത്രില്ലർ പടമാകുമ്പോൾ പ്രേക്ഷകരെക്കാൾ മുന്നേ സഞ്ചരിക്കണ്ടേ, അതില്ല. അതെ ആ ഒരു പ്രശ്നമുണ്ട്. ഫൈറ്റൊക്കെ അടിപൊളിയാണ്. മേക്കിങ്ങും ഗംഭീരമാണ്. ചില തമിഴ് ബിഗ് ബഡ്ജറ്റ് പടങ്ങളിൽ കുറച്ചു കാലം മുമ്പ് വന്നിരുന്ന ശങ്കർ കെ വി ആനന്ദ് അവരുടെയൊക്കെ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട് പടത്തിൽ. നല്ല റിച്ചാണ് പടം കാണാൻ. കുഴപ്പമില്ല, കൊള്ളാം. ഇല്ല, ക്യാരക്ടറാണ്. നല്ല മൂവിയായിരുന്നു. ഫോറൻസിക് ഒക്കെ പോലെ ഉള്ളൊരു മൂവി. പക്ഷെ ആഫ്റ്റർ എ ലോങ് ടൈം ഉറങ്ങാതെ ബോറടിക്കാതെ കണ്ടൊരു മൂവി. ഇറ്റ് വാസ് വെരി ഗുഡ്. തൃഷ വാസ് ഫൈൻ. തൃഷേനെ കുറച്ച് നാൾക്ക് ശേഷം മലയാളത്തിൽ കണ്ടപ്പോൾ ഇറ്റ് വാസ് സോ ഗുഡ്. ഈവൻ ടൊവിനോ നല്ലോണം ചെയ്തു. കുറേ നാളിന് ശേഷം ടൊവിനെ കണ്ടുകൊണ്ടിരിക്കാനും ടൊവിനോയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു റോള് കാസ്റ്റ് ചെയ്ത പോലെ ഉണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്. പടം ഓക്കെയാണ്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ചുമ്മാ എഴുതി വെച്ചാൽ ട്വിസ്റ്റ് ആണെങ്കിലും എല്ലാത്തിനും ലോജിക്കലി കണക്ഷൻ നോക്കിയിട്ടുണ്ട്. അവരെല്ലാം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്കെയാണ്. ഇല്ല, അത് വേറെ, ഇത് വേറെ. ഇത് മൊത്തത്തിൽ ജോണർ വേറെയാണ്. കൊള്ളാം. 7 ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. ട്വിസ്റ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടുണ്ട്. ഫൈറ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. തൃഷ സ്റ്റാർ എന്നുള്ളൊരു വാല്യൂ വെച്ച് തൃഷ ഓക്കെയാണ്. അല്ലാതെ പെർഫോമൻസ് ഓക്കെയാണ്. ആണ്. ഡബിങ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ലിപ്സിങ്ങും ഡബിങ്ങും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ അല്ല ബ്രോ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ്. അതൊരു സംഭവം കൊണ്ടുപോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ്. ഞെട്ടിച്ചൊന്നുമില്ല, കൊള്ളാം. മേക്കിംഗ് അല്ല, ഒരു ത്രില്ലറാണ്. ത്രില്ലറുള്ള കുറച്ച് ആക്ഷൻ ഉള്ളത്. അങ്ങനെയല്ല, ഒരു ക്യാരക്ടർ അങ്ങനെയല്ല, വേറെ ക്യാരക്ടർ നല്ലതാണ്. കുഴപ്പമില്ല. ഫോറൻസിക്കിന്റെ അത്രയും വന്നിട്ടില്ല. കണ്ടിറങ്ങിയപ്പോൾ ഓക്കെ ത്രില്ലറാണ്. ആക്ഷൻ ത്രില്ലറാണ്. കുഴപ്പമില്ല. ഫൈറ്റൊക്കെ സൂപ്പറാണ്. പടം നന്നായിരുന്നു. നല്ല പടമായിരുന്നു. അത്യാവശ്യം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. അല്ല, കാച്ചേസ് സീന്, അത്യാവശ്യം ഫൈറ്റ് സീൻസൊക്കെ ഓക്കെയാണ്. ടൊവിനോ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് അല്ല, അത്യാവശ്യം നമുക്കെന്താ പറയുക, അതിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ട് നല്ല മേക്കിംഗ് ഒക്കെ കൊള്ളാം. നല്ല റൈറ്റിങ്സ് ഒക്കെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം.
ആ അല്ല അത്യാവശ്യം നല്ല ഇപ്പോൾ ടൊവിനോ പെർഫോമൻസ് വെച്ച് അല്ല അത്യാവശ്യം തൃശ്ശയുടെ പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. ഇല്ല ഇല്ല നല്ല ബെറ്റർ ആയിരുന്നു. നല്ല ഡബിങ് കൊള്ളായിരുന്നു, അല്ല തൃശ്ശ പെർഫോമൻസും കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. ഇതിപ്പോൾ തൃശ്ശ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്യാരക്ടർ ബേസിൽ ആരെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അമലാപ്പോളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ടോവിനെ സംബന്ധിച്ച് ഇത് ഐഡന്റിറ്റി കൊള്ളാം, മേക്കിംഗ് ഒക്കെ കൊള്ളാം പടത്തിന്റെ. പക്ഷേ അല്ല, കഥ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കുറച്ചുകൂടെ. മേക്കിങ്ങും വർക്കൊക്കെ ഭയങ്കര അടിപൊളിയായി, പക്ഷെ കഥ ഇച്ചിരി ലാഗ് തോന്നി, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പെർഫോമൻസ് ഒക്കെ നല്ല ഭയങ്കര അടിപൊളിയാണ്. തൃശ്ശയുടെയും അല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല ആക്ടിങ്. ഫോറസ്റ്റിക്കിൻ്റെ അപ്പനൊന്നുമല്ല, ഇത് എന്തായാലും നമ്മുടെ ലാലേട്ടനെയൊക്കെ പോലെ ഒരു മാസ് പടമാണിത്. മാസ്സാണ് ടോവിനൊരു ഇത്രയും നാൾ നമ്മൾ കാണാത്ത ടോവിനൊരു ഫേസാണ് ഇതിൽ. മാസ് ഏറമ്മിന് ശേഷം ഒരു മാസ് സാധനമാണ് ടോവിനർ. എന്തായാലും ഒരു സൂപ്പറാണ്. ഈ 2025 ടോവിനോയുടെ തുടക്കം എൻ്റെ ആ ഒരു എൻട്രി എന്തായാലും സൂപ്പർ. ഫോറൻസിക് പോലെയാണിത് എന്ന് വെച്ചാൽ ഫോറൻസിക് എനിക്ക് വലുതായിട്ട് വർക്കായില്ല. ട്വിസ്റ്റ് ആ ഒരു പക്വതയോടെ ഹാൻഡിൽ ചെയ്യായിരുന്നു, പക്ഷെ ഇത് ഓവറായി. നല്ല പിക്ചർ. ടോവിനോ നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൃഷ്ണയും അതെ അതെ വന്നു, നല്ലതായി അഭിനയിച്ചു, ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, അങ്ങനെയൊന്നും പറയാനില്ല. ഫോറൻസിക് ഇതിനേക്കാളും ബെറ്റർ ആണ് ഇത്. തൃശ്ശ കുഴപ്പമില്ല. അങ്ങനെ പറയാനില്ല. ഒരു ഫൈറ്റ് സീനുണ്ട്, അത് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്തൊക്കെയോ ഒരു പറയാൻ ഉദ്ദേശിച്ച് കുറച്ച് വലിച്ചു നീട്ടിയതുപോലെ തോന്നി. കൊള്ളാം. ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. നല്ല സിനിമയാണ്, അത്യാവശ്യം നല്ല ത്രില്ലറാണ്. ടോവിനോ നൈസായിരുന്നു. നല്ല ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അവസാനമായിട്ട്. ലൈക്ക് ഒരു അത് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് സീൻസ് ആയിരുന്നു. പിന്നെ ആൾക്ക് കുറച്ച് മാസ് ഹീറോ ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു പുതിയൊരു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, ത്രില്ലറാണ്, മിസ്റ്ററീസ് ഉണ്ട് നന്നായിട്ട്, കുറേ ഹിഡൻ കണ്ടന്റ് അങ്ങനെ കുറേ. പക്ഷേ നൈസായിരുന്നു, കുഴപ്പമില്ല. ഡബിങ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത രീതി. കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. കൊള്ളാം, കൊള്ളാം.